നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാവ് 43:2. ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചുള്ള ശക്തമായ വാഗ്ദാനമാണ് ഈ വാക്യം. പ്രതികൂല സാഹചര്യങ്ങളിൽ തീയിൽ കൂടി കടന്നു പോയാലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ യാതൊന്നിലും നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പലവിധമായ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരാറില്ലേ? ചിലത് ദൈനംദിന കഷ്ടതകളാകാം, രോഗങ്ങൾ, ആത്മാഭിമാനത്തെ ചവിട്ടിമെതിക്കുന്ന അപമാനങ്ങൾ, തകർച്ചകൾ, നഷ്ടങ്ങൾ ഒക്കെയാകാം. ദാനിയേലിന്റെ വചനത്തിൽ നെബൂഖദ്നേസർ രാജാവ് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ യഹൂദന്മാരെ കർത്താവിനെ ആരാധിച്ചതിന് തീച്ചൂളയിൽ എറിയുകയും എന്നാൽ അത്ഭുതകരമായി ദൈവം തീച്ചൂളയുടെ അകത്ത് വരികയും അവരെ രക്ഷിക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ തീച്ചൂളയിലും കർത്താവ് ഇറങ്ങി വരികയും രക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ ഭയത്തെ മാറ്റിക്കളഞ്ഞ് ധൈര്യം നൽകും. ഏത് കാലത്തും ഏതു നേരത്തും നമ്മെ കൈവിടാതെ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും എന്ന ആശ്വാസ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കുവാൻ കർത്താവ് മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. ദൈവം അറിയാതെ, അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് തീച്ചൂളയിൽ നിന്നും രക്ഷിക്കാൻ കർത്താവ് ശക്തനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.